മുരുകഭഗവാൻ ശൂരപത്മനെ നിഗ്രഹിച്ച ശേഷം പഞ്ചലിംഗങ്ങളിൽ പൂജ ചെയ്ത സ്ഥലത്ത് കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് തിരുച്ചെന്തൂർ മുരുകക്ഷേത്രം. 2000 വർഷത്തിനു മേൽ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കടൽ തീരത്തുള്ള നിർണായകമായ സ്ഥാനം കാരണം തൂത്തുക്കുടി ആസ്ഥാനമാക്കി വാണിജ്യം നടത്തിയിരുന്ന പോർച്ചുഗീസുകാരെ ആക്രമിക്കുന്നതിനായി ശ്രീലങ്കയിലെ, അതായത് ഡച്ചുകാർ ഭരിച്ചിരുന്ന സിലോണിലെ ഗോളിൽ നിന്ന് 1646-ൽ ഇന്ത്യയിലേക്ക് എത്തിയ ഡച്ച് സൈന്യം തിരുച്ചെന്തൂർ ക്ഷേത്രത്തിനെ അവരുടെ സൈനിക താവളമാക്കി. പ്രദേശവാസികൾ പലതവണ ക്ഷേത്രത്തിൽ നിന്ന് ഡച്ച് സൈന്യത്തെ തുരത്തുവാൻ ശ്രമിച്ചെങ്കിലും വിജയം കണ്ടില്ല. 2 വർഷക്കാലം ഡച്ച് സൈന്യം ക്ഷേത്രത്തിൽ തമ്പടിച്ച് പോർച്ചുഗീസുകാരെ ആക്രമിക്കുകയും ക്ഷേത്രത്തിലെ സ്വർണവും വെള്ളിയുമെല്ലാം കൊള്ളയടിക്കുകയും ചെയ്തു. അവസാനം തിരുച്ചെന്തൂർ നാട്ടുപ്രമാണിയും മുരുകഭക്തനുമായിരുന്ന വടമലയപ്പ പിള്ളയുടെ ഇടനിലയിൽ നടന്ന ചർച്ചയ്ക്കും മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കരുടെ സേനയോട് ചേർന്ന് പ്രദേശവാസികൾ നടത്തിയ പോരാട്ടങ്ങൾക്കും ഒടുവിൽ ഡച്ച് സൈന്യം 1649 മാർച്ച് മാസം ക്ഷേത്രം വിട്ടുപോകുവാൻ തയ്യാറായി. ക്ഷേത്രം ഒഴിയുന്നതിന്റെ പ്രതിഫലമായി ഡച്ച് പട്ടാളം ആവശ്യപ്പെട്ട ഭീമമായ തുക ലഭിക്കാതിരുന്നത് കാരണം അവർ പോയപ്പോൾ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മുരുകഭഗവാന്റെ ഉത്സവമൂർത്തിയെയും നടരാജ വിഗ്രഹവും മോഷ്ടിച്ചുകൊണ്ടാണ് പോയത്. രണ്ടും പഞ്ചലോക വിഗ്രഹങ്ങളായിരുന്നുവെങ്കിലും സ്വർണം കൊണ്ട് നിർമ്മിച്ചവയാണെന്നാണ് ഡച്ച് പട്ടാളം ധരിച്ചത്. ശ്രീലങ്കയിലേക്ക് കടൽ മാർഗം വിഗ്രഹങ്ങളുമായി സഞ്ചരിച്ച ഡച്ച് സൈന്യം കപ്പലിൽ വെച്ച് തന്നെ അത് ഉരുക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഉടൻ തന്നെ ആകാശം ഇരുണ്ട് കടൽ പ്രക്ഷുബ്ധമായി. വലിയ തിരകളിൽപ്പെട്ട് കപ്പൽ ആടി ഉലഞ്ഞു. വിഗ്രഹത്തിന്റെ ശക്തി കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയ ഡച്ച് സൈന്യം 2 വിഗ്രഹങ്ങളും ഉടൻ തന്നെ കടലിൽ ഉപേക്ഷിച്ചു. അത്ഭുതമെന്ന് പറയാമല്ലോ. അതോടുകൂടി കടലും ശാന്തമായി. അതേസമയം ക്ഷേത്രത്തിൽ നിന്ന് വിഗ്രഹം മോഷണം പോയതറിഞ്ഞ ദേശവാസികൾ നാട്ടുപ്രമാണിയായ വടമലയപ്പ പിള്ളയെ കാര്യമറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം മറ്റൊരു വിഗ്രഹം നിർമ്മിച്ച് പൂജകൾ തുടരുകയും ചെയ്തു. ഏകദേശം 4 വർഷങ്ങൾക്ക് ശേഷം 1653-ൽ നാട്ടുപ്രമാണിയായ വടമലയപ്പ പിള്ളയുടെ സ്വപ്നത്തിൽ മുരുകഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും ക്ഷേത്രത്തിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ട വിഗ്രഹങ്ങൾ കടലിൽ കിടക്കുന്നതായി അറിയിക്കുകയും അത് കണ്ടെത്തുന്നതിനുള്ള അടയാളങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. വിഗ്രഹം കിടക്കുന്നതിന് മുകളിലുള്ള കടൽ വെള്ളത്തിൽ ഒരു നാരങ്ങ പൊങ്ങിക്കിടപ്പുണ്ടാവുമെന്നും അതിനു മുകളിലായി ആകാശത്ത് ഒരു പരുന്ത് വട്ടമിട്ട് പറക്കുന്നുണ്ടാവും എന്നതായിരുന്നു അടയാളങ്ങൾ. ഇതുപ്രകാരം വടമലയപ്പ പിള്ള സഹായികളുമായി എത്തി കടലിൽ നിന്ന് വിഗ്രഹങ്ങൾ വീണ്ടെടുത്തു. വിഗ്രഹവുമായി തിരുച്ചെന്തൂർ തീരത്തെത്തിയ അവരെ പ്രദേശവാസികൾ സ്വീകരിച്ച് ക്ഷേത്രത്തിലേക്ക് ആനയിച്ചു. അതിനുശേഷം മംഗളമായ ഒരു മുഹൂർത്തത്തിൽ മധുര ഭരിച്ചിരുന്ന തിരുമല നായ്ക്കരുടെ സാന്നിധ്യത്തിൽ പുനഃപ്രതിഷ്ഠ പൂജകൾ നടത്തപ്പെട്ടു. 4 വർഷക്കാലം കടലിന്റെ അടിത്തട്ടിൽ കിടന്ന ഉത്സവമൂർത്തി വിഗ്രഹത്തിൽ ഉപ്പുരസം കൊണ്ടുണ്ടായ ചെറിയ കേടുപാടുകൾ ഇന്നും നമുക്ക് ദർശിക്കാനാവും. ഈ മോഷണകഥയുടെ ചരിത്രം ക്ഷേത്രത്തിന്റെ ചുവരുകളിൽ ചിത്രങ്ങളായും 17-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കവിയും തിരുച്ചെന്തൂർ ക്ഷേത്രത്തിലെ പൂജാരിയുമായിരുന്ന വെൻട്രിമലെ കവിരായരുടെ കൃതികളിലും കാണുവാൻ സാധിക്കും. അന്ന് മോഷണം പോയ ഉത്സവമൂർത്തിക്ക് പകരം നിർമ്മിച്ച വിഗ്രഹമാവട്ടെ പഴയ വിഗ്രഹത്തിന്റെ തിരിച്ചുവരവോടുകൂടി പാളയംകോട്ട തിരുപ്പുരന്തരീശ്വർ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടതോടെ ആ ക്ഷേത്രവും ഈ കഥയുടെ ഭാഗമായി.